എടുത്തിട്ടായിരുന്നു. അപ്പൊ അത് തെറ്റാണ് നമ്മളോട് തെളിയിച്ചു. അപ്പൊ √5 റാഷണൽ നമ്പർ ആണ് എന്നുള്ള കാര്യം തെറ്റാണ്. our assumption that √5 is a rational number is wrong. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറേ പ്രോബ്ലംസും ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ഇനി പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. 2026 ചോദിച്ചിട്ടുണ്ട്, മിക്ക വർഷങ്ങളിലും ചോദിക്കുന്നുണ്ട്. √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് രീതിയിൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇവിടെ √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ √5 റാഷണൽ ആണ് എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് √5 റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ √5 റാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്ട് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞ √5 റാഷണൽ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ √5 റാഷണൽ ആണ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ തന്നെ തെളിയിക്കണം. അപ്പൊ അതുകൊണ്ട് √5 റാഷണൽ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല. അതിനർത്ഥം √5 ഇറാഷണൽ ആണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. വി വിൽ പ്രൂവ് ഇറ്റ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. നമ്മൾ പറഞ്ഞു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ലെറ്റ് us assume that √5 ഈസ് എ റാഷണൽ നമ്പർ. നമ്മൾ √5 ഒരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കും. ഇനി നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ എടുത്തെഴുതുന്നുണ്ട്. റാഷണൽ നമ്പർ ഈക്വൽ ടു a/b, b നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷൻ ആണ്. ആൻഡ് a, b ആർ co-prime integers. റാഷണൽ നമ്പർ ഈക്വൽ ടു a/b. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a/b എന്ന രൂപത്തിൽ അല്ലെങ്കിൽ p/q എന്ന രൂപത്തിൽ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, b നോട്ട് ഈക്വൽ ടു 0. കാരണം b 0 ആയി കഴിഞ്ഞാൽ a/0 എന്ന് വരും. a/0 നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കണ്ടീഷൻ എടുത്തു പറയുന്നത് b നോട്ട് ഈക്വൽ ടു 0. ഫ്രാക്ഷൻ നമ്മൾ പറയുമ്പോഴും ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയും. എത്രയേ ഉള്ളൂ? b നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലേ കാര്യം. അത് കോമൺ ആയിട്ട് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ വലിയ പ്രാധാന്യം തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ആൻഡ് a, b ആർ co-prime integers. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എയും ബിയും co-prime integers ആണ് എടുത്തിരിക്കുന്നത്. ഈ കാര്യം വ്യക്തമായിട്ട് ആൻസറിൽ പറയണം. വെറുതെ ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് a/b എന്നുള്ള ഫോമിൽ എടുത്തു, എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് അതിന് കോമൺ ആയിട്ടൊരു എന്ത് കിട്ടി? ഡിവിസിബിൾ ബൈ 5 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ, അതിനൊരു കോമൺ ഫാക്ടർ കിട്ടി എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് കോൺട്രാക്ട് ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ a/b എന്ന് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത് ഈ co-prime നമ്പേഴ്സ് എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. a/b എന്ന് മാത്രം എടുത്തു ചെയ്താൽ നമുക്ക് ഈ വെറുതെ a/b എന്ന് എടുത്താൽ a/bക്ക് ഒരു കോമൺ ഫാക്ടർ കിട്ടാം, ഒരു പ്രശ്നമില്ല, കിട്ടും. പക്ഷെ നമ്മൾ കണ്ടീഷൻ എടുത്തു പറയുന്നു, റാഷണൽ നമ്പർ a/b ആൻഡ് a, b ആർ co-prime integers. നമ്മൾ എടുത്തിരിക്കുന്നത് co-prime integers ആണ്. ഇനി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് co-prime ആയിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇത് തെറ്റാണെന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക. There exist co-prime integers a and b not equal to 0 such that √5 is equal to നമ്മൾ a/b എന്ന് എടുക്കും. √5 is equal to a/b എന്ന് എടുത്താൽ നമ്മൾ ഈ ബിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സാധാരണ ചെയ്തു വരുന്ന വഴിയിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ബിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ √5b is equal to a എന്ന് കിട്ടും. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ √5b എന്നുള്ളത് 5b² എന്നാവുന്നു. ഈക്വൽ ടു എനെ സ്ക്വയർ ചെയ്തു, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണതിന്റെ വാല്യൂ മാറും. അപ്പോൾ √5b² is equal to a² എന്ന് നമുക്ക് കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി അവിടെ വെച്ചു. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × b² ഈക്വൽ ടു a² ആണ്. അപ്പോ 5 × b² എന്ന് പറഞ്ഞാൽ എന്താണ്? ആ b² × 5 അത് ഈക്വൽ ടു a² ആണെങ്കിൽ ആ a² നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 5 divides a². That implies 5 divides a. കുറച്ച് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ പ്രത്യേകം
ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ തിയറം എഴുതുമ്പോൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 5 ഡിവൈഡ്സ് എ സ്ക്വയർ ഇംപ്ലൈസ് 5 ഡിവൈഡ്സ് എ ആൻഡ് ബി ആർ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഈ ക്വസ്റ്റിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ 5 ഡിവൈഡ്സ് എ സ്ക്വയർ ഇംപ്ലൈസ് 5 ഡിവൈഡ്സ് എ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആക്കിയ കണ്ടീഷൻ എഴുതി വെച്ചു. തിയറമാണ് അത് അവിടെ എഴുതി വെച്ചു. തിയറത്തിന്റെ നമ്പർ അല്ല, ഈ കാര്യം തന്നെ എഴുതി വെച്ചു. ലെറ്റ് എ ഈക്വൽ ടു 5c. അപ്പൊ നമുക്ക് 5 ഡിവൈഡ്സ് എ സ്ക്വയർ ആണ്, അപ്പൊ 5 ഡിവൈഡ്സ് എ ആണ്. അപ്പൊ 5നെ നമ്മൾ വേറൊരു ലെറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ എയിനെ വേറെ ലെറ്റർ ആയിട്ട് വിചാരിക്കുന്നു. അപ്പൊ 5 ഡിവൈഡ്സ് എ ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ 5ന്റെ മൾട്ടിപ്പിൾ ആണ് എ. അതായത് എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ 5 ഇൻറ്റു മറ്റൊരു നമ്പർ എടുക്കും. അതാണ് 5c. അപ്പൊ എ എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്, 5 ഡിവൈഡ്സ് എ ആയതുകൊണ്ട് എ ഈക്വൽ ടു 5 ഇൻറ്റു മറ്റൊരു നമ്പർ. അത് നമ്മൾ 5c എന്ന് എടുക്കും. സിയോ ഡിയോ കിയോ ഏതെങ്കിലും ഏതൊരു നമ്പർ എടുക്കുക, ഒരു ലെറ്റർ എടുക്കുക. വേർ സി ഈസ് സം ഇൻറ്റീജർ, ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1, നമ്മൾ എ ഈസ് ഈക്വൽ ടു 5c എന്ന് എടുത്തു. ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എ സ്ക്വയർ എന്നുള്ളത് മാറും. എന്തായിരിക്കും? എയുടെ വാല്യൂ നമ്മൾ 5c എന്ന് എടുത്തേക്കുന്നത്. അപ്പൊ എ സ്ക്വയർ എന്നുള്ളത് 5c സ്ക്വയർ ആയി മാറും. 5c ഹോൾ സ്ക്വയർ. അപ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ എന്നുള്ളത് 25c സ്ക്വയർ ആയി. അപ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ, അതായത് 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 25c സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 5, നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore, b square is equal to 5c square എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് b square is equal to 5c square ആണെങ്കിൽ 5 divides b square. b square is equal to 5c square ആണെങ്കിൽ b square എന്നുള്ളത് 5 into c square ആണ്. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 5നെ b സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 divides b square. That implies 5 divides b. ആദ്യം പറഞ്ഞ നമ്മൾ തിയറം പറഞ്ഞിരുന്നു. 5 divides b സ്ക്വയർ ആണെങ്കിൽ 5 divides b. ഇനി നേരെ മുകളിൽ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. 5 divides a square implies 5 divides a. അതുപോലെ നമുക്ക് ഇവിടെ കിട്ടിയത് 5 divides b square implies 5 divides b. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ. അപ്പൊ 5 divides a ഫ്രം ഇക്വേഷന്റെ നമ്പറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷനും 4ാമത്തെ ഇക്വേഷനാണ്. എഡിറ്റ് ചെയ്തപ്പോൾ ആ 3ൽ 5 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, 5 ഡിവൈഡ്സ് എ എന്ന് എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. 5 ഡിവൈഡ്സ് ബി എന്ന് എടുത്തിരിക്കുന്നത് ശരിക്കും അവിടെ 3 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോ അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. എ ആൻഡ് ബി ബോത്ത് ഹാവ് കോമൺ ഫാക്ടർ 5. അപ്പൊ എയ്ക്കും ബിക്കും 5 എന്നൊരു കോമൺ ഫാക്ടർ ഉണ്ട്. This contradicts the fact that A and B are co-prime. നമ്മൾ A and B co-prime എന്നെടുത്തിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇവിടെ 5 divides A എന്നും 5 divides B എന്നും ഈ സ്റ്റെപ്പുകളൊന്നും തെറ്റില്ലാതെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 divides A ആണ്, 5 divides B ആണെങ്കിൽ 5 Aക്കും Bക്കും കോമൺ ആയിട്ട് 5 എന്നൊരു ഫാക്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എയും ബിയും കോ പ്രൈം നമ്പർ ആണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ്, ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ആർ കോ പ്രൈം. എ ആൻഡ് ബി ആർ കോ പ്രൈം എന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ ചെയ്തു വന്നപ്പോൾ, ചെയ്തതും തെറ്റൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എക്കും ബിക്കും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. 5 കോമൺ ഫാക്ടർ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ തുടങ്ങി വെച്ച സ്റ്റേറ്റ്മെന്റ് കോൺട്രാക്ട് ചെയ്തു. അപ്പോൾ √5 റാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അവർ അസംപ്ഷൻ ദാറ്റ് √5 ഈസ് എ റാഷണൽ നമ്പർ ഈസ് റോങ്. √5 ഒരു റാഷണൽ നമ്പർ ആണ് എന്നുള്ളത് നമ്മുടെ അസംപ്ഷൻ തെറ്റാണ്. അപ്പോൾ എന്തായിരിക്കും? √5 ഇറാഷണൽ നമ്പർ ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? √5 ഇറാഷണൽ നമ്പർ ആണ് എന്നാണ്. നമ്മൾ √5 റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അത് ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ ഈ ചെയ്ത കാര്യം, അതായത് √5 നമ്മൾ റാഷണൽ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു വരുന്നത്
കോപ്രൈം നമ്പർ ആണെന്ന് എടുത്തിട്ടായിരുന്നു. അപ്പൊ അത് തെറ്റാണ് നമ്മളോട് തെളിയിച്ചു. അപ്പൊ റൂട്ട് 5 റാഷണൽ നമ്പർ ആണ് എന്നുള്ള കാര്യം തെറ്റാണ്. our assumption that root 5 is a rational number is wrong. അപ്പൊ പിന്നെ എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. Therefore root 5 is an irrational number.